വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വിഷ്ണുപുരം, ഇവിടെ ഈ കുടുംബത്തിന് പിന്തുണയുമായി ഹിന്ദു സംഘടനകളാണ് ഉണ്ടായിരുന്നത്. അവർ നിരന്തരം അത് പറയുന്നുണ്ടായിരുന്നു. ഹിന്ദു ഐക്യവേദിയൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത്തരം നിയമപരമായ കാര്യങ്ങളിൽ, നിയമത്തിൻ്റെ ക്ലിഷ്ടതയുള്ള കാര്യങ്ങളിൽ സമുദായ സംഘടനകൾ ഇങ്ങനെ പ്രതിഷേധവുമായി വന്നത് ശരിയായോ? അല്ലേ, ഈ സംഘടനകൾ പറഞ്ഞ അഭിപ്രായം, എന്റെ സംഘടന VSTP, ഞങ്ങൾ പറഞ്ഞത് നോട്ടീസ് നൽകണം, അവർക്ക് ഹൈക്കോടതിയെ സമീപിക്കട്ടെ. നോട്ടീസ് നൽകി പറഞ്ഞതിന് പ്രകാരം ഹൈക്കോടതി അവർ സമീപിച്ചു. ഒരു പാസിംഗ് കമന്റ് ഹൈക്കോടതി പറയുകയും ചെയ്തു. എന്തായാലും നിയമം നടക്കണമെന്നുള്ള ഭാഗം തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അത് ഒരു സാധുവിന് നിയമം കിട്ടാതെ പോകരുത്. പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്തു. അവരുടെ മൊഴി ആദ്യം തന്നെ എടുത്തു. ആ ആവശ്യങ്ങളൊക്കെ അവർ അംഗീകരിച്ചു. ബാക്കി ഒന്നും നമുക്ക് ഇല്ല. VSTPക്ക് ഉള്ള അഭിപ്രായം അത് തന്നെയാണ്, നിയമം നടക്കണം. ഇതുവരെ വിവരങ്ങൾ അനുസരിച്ച് അവർ പറഞ്ഞതുപോലെ തന്നെ നടന്നിരിക്കുന്നു. ഇനി ഇത് മരിച്ചതാണോ, ശ്വാസം വിട്ട് മരിച്ചതാണോ എന്നൊക്കെ ഇനിയിപ്പോ ഇതിലല്ലേ തെളിയാൻ നോക്കൂ. തെളിയട്ടെ, തെളിച്ചിട്ട് കുറ്റം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിന് അറസ്റ്റ് നടക്കട്ടെ. ശ്രീ വിഷ്ണുപുരം, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ കേരളത്തിൽ ധാരാളം സന്യാസി മഠങ്ങളുണ്ട്, സന്യാസിമാരുണ്ട്. അവരും ഭാവിയിൽ സമാധിയാവാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. അങ്ങനെ സമാധിയാവുമ്പോൾ ആ കാര്യം അധികൃതരെ അറിയിക്കുക എന്നുള്ള ഒരു പ്രാഥമിക നിയമപരവും പൗരബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കർത്തവ്യമുണ്ടല്ലോ. ആ കർത്തവ്യം നിറവേറ്റാത്ത കുടുംബത്തെ പിന്തുണയ്ക്കുന്നത് ശരിയാണോ? അല്ല, അവരുടെ അറിവിനനുസരിച്ച് അവർ ചെയ്ത മഹാ തെറ്റാണ്. ഒന്നുമില്ലേ കൗൺസിലറെ അറിയിക്കായിരുന്നു, അല്ലെങ്കിൽ തൊട്ടടുത്ത സ്റ്റേഷനിൽ SI വിളിച്ചെന്ന് പറയായിരുന്നു. ഒരു അറിയപ്പെടുന്ന ഒരു 10 വരെ വച്ച് ചെയ്തെങ്കിൽ ഈ മടിയെ ഒന്നും വരൂലായിരുന്നു. അവരെ പിന്തുണയ്ക്കുന്നതല്ല, അവർക്ക് ഞാൻ പറഞ്ഞ നോട്ടീസ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പിന്തുണച്ചത്. ഇന്നും ഞാൻ തന്നെയാണ് അവരെ 6 മണിക്ക് എന്നെ സനന്തം വിളിച്ചപ്പോൾ നിയമം അനുസരിക്കണം, ബഹളം വയ്ക്കരുത്, അമ്മയ്ക്കൊക്കെ വയ്യാത്തയാണ് എന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ്. ഈ മെഡിക്കൽ കോളേജിൽ പോകില്ലെന്ന് ശാഠ്യം പിടിച്ചിരുന്നപ്പോൾ നേരത്തെ SI ഫോൺ വിളിച്ച് അയാളെ കൊടുത്തു. ഞാനാണ് പറഞ്ഞത്, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിൽ പോയി അച്ഛന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ഏറ്റുവാങ്ങി അടുത്ത നടപടിയിലേക്ക് പോകും എന്ന്. അതല്ല, പിന്തുണക്കണല്ല അതൊന്നും. പക്ഷേ ഒരു സാധുവിന് നിയമം കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞാൽ എന്ന് ചോദിച്ചാൽ അവര് കുറ്റവാളിയാണെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ശരി, നന്ദി ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ.